കൊല്ലം. കൊല്ലത്ത് നിന്ന് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. കൊല്ലംകാര് പൊതുവെ ശരിയല്ല എന്നാണ് ആ വാർത്തകളിലൂടെ പല ആൾക്കാരും പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഇപ്പൊ കൊല്ലത്ത് നിന്ന് വരുന്നത് ഒരു വയോധികയെ വീട്ടിൽ കയറി പീഡിപ്പിച്ചു എന്ന റിപ്പോർട്ടുകളാണ്. എന്താണ് നടക്കുന്നത്? ഇത് കൊല്ലം തങ്കശ്ശേരിക്ക് അരികിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ, അതായത് വെള്ളിയാഴ്ച രാത്രിയിൽ, ശനിയാഴ്ച പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഏതാണ്ട് 3 മണിക്ക് ശേഷം ഈ വൃദ്ധ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം തങ്കശ്ശേരി സ്വദേശിയായിട്ടുള്ള ജോയി എന്ന് പറയുന്ന ആളാണ്, ജോയി എന്ന് പറയുന്ന ജോസഫ്, അയാളാണ് ഈ കൃത്യം ചെയ്തത്. ഇയാള് ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ ദീർഘനാളായി നിരീക്ഷിച്ച് വരികയായിരുന്നു. അപ്പോൾ ഇന്നലെ പുലർച്ചെ ഇയാള് കതകിന്റെ പൂട്ട്, അകത്ത് നിന്ന് ലോക്ക് ചെയ്തിരുന്ന പൂട്ട് ചുറ്റിക കൊണ്ട് അടിച്ചു പൊളിച്ചു. വലിയ ഉറപ്പുള്ള വീടായിരിക്കില്ല. അടിച്ചു പൊളിച്ച് അതിനുള്ളിൽ കയറി ഈ വയോധികയെ റേപ്പ് ചെയ്ത ശേഷം ഇയാൾ അവിടെ നിന്ന് മുങ്ങി. അപ്പോൾ ഇയാളെ ഈ വയോധികയ്ക്ക് അറിയായിരുന്നു. അപ്പോൾ ഇവര് അവശ നിലയിൽ കിടന്ന ഇവരെ നാട്ടുകാരാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടെ ഇവർ പറഞ്ഞു, ഇതുപോലെ ഈ ജോയിയാണ് ഈ കൃത്യം ചെയ്തത് എന്ന്. അങ്ങനെ ജോയിയെ ഇന്നിപ്പോ രാവിലെ അറസ്റ്റ് ചെയ്തു. പോലീസ് കണ്ടുപിടിച്ചു. കൊല്ലത്ത് നിന്ന് തന്നെ കണ്ടുപിടിച്ചു. അവൻ ഒളിവിലായിരുന്നു. അവൻ ബീച്ച് ഭാഗത്ത് ഒളിവിൽ കഴിയായിരുന്നു, തീരദേശത്ത്. അവിടെ പോയി പോലീസ് കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? നമ്മുടെ ഈ കൊട്ടിയത്തിനടുത്ത് ഉറങ്ങിക്കിടന്ന ഒരു വൃദ്ധയെ ഓർമ്മയുണ്ട്, ഒരുത്തിനെ എടുത്തുകൊണ്ടുപോയി റേപ്പ് ചെയ്ത്. അവിടെ ബേസിക് ഇൻസ്റ്റിങ്ക്ട് ഇയാളെ റേപ്പ് ചെയ്യാനായിട്ട് വന്നതാണോ അതേ മോഷണത്തിനായിട്ട്? അല്ലല്ല, റേപ്പ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോട് കൂടി വന്നു വൃദ്ധയെ. അതെങ്ങനെ തോന്നുന്നു? അതെ, 80 വയസ്സിന് മുകളിൽ മുകളിൽ പ്രായമുള്ള ഒരു സ്ത്രീയാണ് ഈ റേപ്പ് ചെയ്തത്. ഈ പി സതീദേവി ഉണ്ടല്ലോ, വനിതാ കമ്മീഷൻ അധ്യക്ഷ, ഈ പി സതീദേവി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ റേപ്പ് നടക്കുന്ന ജില്ല കൊല്ലമാണ്. ഏറ്റവും കൂടുതൽ റേപ്പ് നടക്കുന്ന ആത്മഹത്യ നടക്കുന്നത് കൊല്ലമാണ്. ഏറ്റവും കൂടുതൽ റേപ്പ് നടക്കുന്ന ജില്ല കൊല്ലമാണ്. കൊല്ലം കഴിഞ്ഞാൽ പിന്നീട് റേപ്പ് നടക്കുന്നതിനകത്ത് 2ാം സ്ഥാനം ഉള്ളത് തിരുവനന്തപുരമാണ്. വനിതാ കമ്മീഷൻ ഏറ്റവും കൂടുതൽ പരാതി ലഭിക്കുന്നത് കൊല്ലം ജില്ലയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പരാതി പറയുന്ന ജില്ല കൊല്ലമാണ് എന്നാണ് പി സതീദേവി പറഞ്ഞത്. അവർ പറയുന്നതും കറക്റ്റാണ്. ഒരു മാസം ഏതാണ്ട് 500-ലധികം പരാതികൾ സ്ത്രീകൾ നൽകുന്നുണ്ട്. ഈ സ്ത്രീകൾ നൽകുന്ന പരാതികളിൽ ഭൂരിഭാഗവും ഈ പറയുന്ന ഗാർഹിക പീഡനം, അക്രമം, അതുപോലെ തന്നെ ഈ പറയുന്ന അധിക്ഷേപിക്കല്, ഇങ്ങനെയുള്ള പരാതികളാണ്. അത് പോലീസിനെതിരെ വരെ കൊല്ലത്തുനിന്ന് പരാതി വരുന്നുണ്ട്. പോലീസുകാർക്കെതിരെ വരെ. ഈ പോലീസുകാരിൽ ചിലര് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഭർത്താവ് ആയിട്ട് പിണങ്ങി നിൽക്കുന്ന സ്ത്രീകൾ, ഇങ്ങനെയുള്ള സ്ത്രീകള് സ്റ്റേഷനിൽ കംപ്ലൈന്റുമായിട്ട് ചെല്ലുകയാണെങ്കിൽ ഇവർ വളരെ താല്പര്യപൂർവ്വം ആ കംപ്ലൈന്റ് എടുക്കും. ചില പോലീസുകാർ വളരെ താല്പര്യപൂർവ്വം നമ്പർ എടുത്ത് ഈ നടപടിയെടുത്ത് ഈ ഭർത്താവിനെ ഫോണിൽ വിളിക്കും. ഫോണിൽ വിളിച്ച് ഇയാളെ വിളിച്ചു വരുത്തി വിരട്ടി പറഞ്ഞു വിടും. ഇനി ഇതിങ്ങനെ ചെയ്യരുത്. ചിലപ്പം ഭർത്താവും ഭാര്യയും നമ്മളോട് തർക്കമായിരിക്കും. അപ്പൊ വിരട്ടി പറഞ്ഞു വിടും. എന്നിട്ട് ഈ പോലീസുകാർ എന്ത് ചെയ്യുന്ന അറിയാമോ? ഇനി ഒരു ഉപദ്രവം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ നമ്പർ അങ്ങ് കൊടുക്കും, ഫോൺ നമ്പർ അങ്ങ് കൊടുക്കും. ഫോൺ നമ്പർ കൊടുത്തിട്ട് പിന്നീട് ഇവന്റെ കയ്യിലാവും, ഈ പോലീസുകാരന്റെ കയ്യിലാവും ഈ സ്ത്രീ. അതായത് പിന്നീട് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് ഇവൻ പിന്നെ അങ്ങോട്ട് വിളി തുടങ്ങും. ഇന്ന് ഭർത്താവ് വിളിച്ചോ, ഇന്ന് ഭർത്താവ് വന്ന് ശല്യം ചെയ്തോ, അതായത് അങ്ങോട്ട് സഹായമായിട്ട് ചെന്ന് അത് കെയറേട്ടനാണ്. ചില പോലീസുകാർക്കിടയിൽ ചില കെയറേട്ടന്മാരുണ്ട്. അതാണ് പിന്നീട് ഇരട്ട സിനിമ എടുത്ത് കണ്ടിട്ടുണ്ടോ? ഇരട്ട സിനിമ അത് കറക്റ്റായിട്ട് എടുത്തിരിക്കുന്നത്. ഇരട്ട സിനിമയിൽ ജോജു ഡബിൾ ആണല്ലോ. അതിൽ 2ാമത്തെ പോലീസുകാരൻ ഒരാള് DYSP ആണ്, ഒരാള് ഒരു ASI ആണ്. ആ ASI കാണിക്കുന്ന പരിപാടി തന്നെയാണ് ഈ പോലീസിനകത്ത് നടക്കുന്നത്. വളരെ കൃത്യമാണ്. അത് എത്രയോ ഉദ്യോഗസ്ഥർ എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട്. എത്രയോ ഉദ്യോഗസ്ഥർ തമാശയായിട്ട് അവരിത് സംസാരിച്ചിട്ടുണ്ട്, ഈ പോലീസ് ഉദ്യോഗസ്ഥർ. അപ്പൊ ഇങ്ങനെയുള്ള പോലീസുകാർക്കെതിരെ ഇവരെ പരാതി പറയുന്നുണ്ട്. അതായത് ഇവരുടെ ശല്യം സഹിക്കാൻ വയ്യെന്ന്. പരാതിയുമായി പോയി പിന്നീട് ഈ പരാതി പറയാൻ പോയ സ്ത്രീക്ക് ഈ പോലീസുകാരന്റെ ശല്യമായെന്ന് പറഞ്ഞ് ഈ പോലീസുകാരനെതിരെ വനിതാ കമ്മീഷനിൽ പരാതി വന്നിട്ടുണ്ട്. വനിതാ കമ്മീഷനുകളിൽ പരാതി വരുന്നുണ്ട്. അങ്ങനെ പോലീസുകാർക്കെതിരെ വരെ പരാതി വരുന്ന ഒരു ജില്ലയാണ് കൊല്ലം. കൊല്ലത്ത് ക്രൈം കേസുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. നമ്മൾ ഇനി എത്രയൊക്കെ പറഞ്ഞാലും, ഞാനൊരു കൊല്ലം ജില്ലക്കാരനാണ്. SCRB സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ 14 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്ന ജില്ല. പൊളിറ്റിക്കൽ ക്രൈം പക്ഷേ കുറവാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള അക്രമ സംഭവങ്ങൾ കൊല്ലത്ത് കുറവാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള അക്രമ സംഭവങ്ങൾ തമ്മിൽ കുത്തിച്ചാവുന്നതേ ഉള്ളൂ. നമ്മള് തമ്മി കുത്തിച്ചാവും, തമ്മി തല്ലും.
നാട്ടുകാരെ ഒക്കെ തുപ്പിയിട്ടിട്ട് വേണമെങ്കിലും അടിക്കും. നടന്നു പോകുന്ന ഒരാൾ ഇനി ഒന്നും ഒരു കാരണമില്ല. എനിക്ക് പരിചയമുള്ള കൊല്ലംകാരെ കുറിച്ച് ഞാൻ പറയട്ടെ. എല്ലാവരും ഞാൻ പറയട്ടെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവക്കാരാ. ഭയങ്കര വ്യത്യസ്തമാണ്. ഞാനടക്കം, നീ അടക്കം ഭയങ്കര വ്യത്യസ്തമാണ്. അതായത് കണ്ടിട്ടുള്ള ആൾക്കാർ ഒന്നെങ്കിൽ അതിഭീകരമായിട്ടുള്ള വിഷാദമുള്ള ഒരു മനുഷ്യനായിരിക്കും ഞാൻ പരിചയപ്പെട്ട ഒരു കൊല്ലംകാരൻ. രണ്ടാമത് ഞാൻ പരിചയപ്പെട്ട വേറൊരു കൊല്ലംകാരൻ എന്താ പറയാ, ശ്യാം, ഞാൻ പറയട്ടെ, ഈ പോലീസ് ബുദ്ധി. മൂന്നാമത് പരിചയപ്പെട്ട കൊല്ലംകാരൻ എന്ന് പറയുന്നത് ഭയങ്കര വയലന്റ് ആണ്. എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം. പക്ഷെ ഒരു സ്വഭാവത്തിന്റെ അങ്ങേയറ്റമായിരിക്കും. ഡിപ്രഷൻ ആണെങ്കിൽ അതിന്റെ അങ്ങേയറ്റം, മരിച്ചാ മതി. വയലൻസ് ആണെങ്കിൽ അങ്ങേയറ്റം, സ്വന്തം അച്ഛനെ വരെ അടിക്കും. അത് പാവം. അതെ, സാത്വികതയുടെ അങ്ങേയറ്റം. അതെ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഒരു സാത്വികൻ. അതിനടിക്കുകയാണോന്ന് എനിക്കറിയില്ല. അങ്ങനെ കൊല്ലംകാരുണ്ടല്ലോ, അതിനെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം. പിന്നെ നിങ്ങളുടെ ചര്യകളിലും വ്യത്യസ്തതയുണ്ട്. ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്തെ ആൾക്കാരെ എടുത്ത് നോക്കുക. തിരുവനന്തപുരത്തെ ആൾക്കാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരേ ടൈപ്പ് ആൾക്കാരാണ്. എല്ലാവരും സ്വാർത്ഥരാണ്. അതിൽ നിന്നൊരു കളിയില്ല നമുക്ക്. അപ്പുറത്തൊരു വീട്ടിൽ ഒരു പ്രശ്നം നടക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോലും ഇപ്പുറത്തുള്ളവർ ഇറങ്ങി ചെല്ലില്ല, എന്താ ചേട്ടാ എന്ന് ചോദിക്കാം. പക്ഷെ നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് നോക്കും, അപ്പുറത്തും ഇല്ലേ എന്ന്. ഇല്ലെങ്കിൽ നമുക്കൊരു ആശ്വാസം. ആ സ്വാർത്ഥതയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ എല്ലാവർക്കും ഓരോ വ്യത്യസ്ത സ്വഭാവമാണ്. അതെനിക്ക് മനസ്സിലാവുന്നില്ല, പിടി കിട്ടുന്നില്ല എനിക്ക്. മറ്റേ ദൃശ്യത്തില് അയാളെ ഭരത് ഗോപിയുടെ മോൻ പറയുന്നത് പോലെ മിസ്റ്റർ നിങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, എല്ലാം ഈ അത്ഭുതത്തോടെ കാണുക, എല്ലാത്തിനും അങ്ങ് ഓവറായി ഇടപെടുക. എല്ലാ കാര്യത്തിലും അതിന്റെ വൈകാരികമാണ്. എല്ലാം വൈകാരികമാണ്. എല്ലാ കാര്യത്തിലും വൈകാരികമാണ്. അതവിടെ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. ഞാൻ ചവറ നീണ്ടകര പാലത്തിന്റെ അവിടെ എപ്പോഴും ഡോൾഫിൻ ആടി ഇങ്ങനെ പൊങ്ങിച്ചാടിക്കൊണ്ടേയിരിക്കും. അത് എപ്പോഴും അവിടെ. അപ്പൊ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാലത്തിൽ അവിടെ എപ്പോഴും ഒരു ആൾക്കൂട്ടത്തെ കാണാം. ആ പാലത്തിൽ വന്ന് ഇന്ന് ഈ ഡോൾഫിനെ കാണുന്നവരെല്ലാം നമ്മൾ ഈ പറയുന്ന അതിലേ പോകുന്ന റോഡിൽ പോകുന്നവരാന്ന് വിചാരിക്കും. അവരൊന്നും അല്ല, എല്ലാം അവിടുത്തെ അവര് സ്ഥിരം കാണുന്നതും. എന്നാലും അവരതിൽ പോയി അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ഡോൾഫിൻ പൊങ്ങിച്ചാടുന്നത് കണ്ടുകൊണ്ടിരിക്കും. ഡെയിലി കാണുന്ന ആ ചവറ നീണ്ടകരക്കാരാ അതിന്റെ പാലത്തിൽ പോയി നിൽക്കുന്നത്. ജെറ്റ് വിമാനം കാണുന്നത്. ജെറ്റ് വിമാനം എത്ര വട്ടം കണ്ടിട്ടുണ്ടെങ്കിലും അത് പോകുമ്പോൾ മുകളിലോട്ട് നോക്കി. അതുപോലെ അവിടെ പോയി എല്ലാത്തിന്റെ ഒരു എന്താ പറയാ അങ്ങേ അറ്റത്ത് കൊണ്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമാണ്. അത് ക്രൈം കേസുകൾ ഇങ്ങനെ കൂടി വരുന്നത് വളരെ ആശങ്കാവഹമാണ്, ആശങ്ക ഉയർത്തുന്നതാണ്. ഒരു കേസുകൾ എടുക്കുമ്പോൾ ഒരു കേസ് ബൈ കേസ് ആയിട്ട് എടുത്തു നോക്ക്. എല്ലാത്തിനും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്രൈം ആയിരിക്കും. ഒരു ക്രൈം ചെയ്യുമ്പോൾ തന്നെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു ഭാര്യയെ കൊന്നു കളയുക, ഭാര്യയെ പാമ്പിനെ കൊണ്ട് കൊത്തിക്കുക. ഒന്നാലോചിച്ച്. അല്ല, ഈ മാധ്യമപ്രവർത്തകർ തുടങ്ങിയപ്പോ എന്നോട് പല ആൾക്കാരും പറഞ്ഞൊരു കാര്യമാണ്, ഏറ്റവും പാട് റിപ്പോർട്ടർ ആയിരിക്കാൻ കൊല്ലമാണ്. കാരണം കൊല്ലം ഭയങ്കര വാസ്റ്റ്, സമാധാനമില്ല. പോരാത്തതിന് കൊല്ലത്തിന്റെ ബോർഡർ പല സ്ഥലങ്ങളിലായിട്ട് ചിന്നിച്ചിതറി കിടക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓച്ചിറയ്ക്ക് അപ്പുറം അവിടെ നിന്ന് പിന്നെ കടമ്പാട്ടുകോണം വരെ വരും. പാരിപ്പള്ളിയും കഴിഞ്ഞ് കുറച്ചുകൂടെ വരും കൊല്ലം ജില്ല. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആര്യങ്കാവ് വരെ അടുപ്പുണ്ട്. കാടുണ്ട്, ഒരു സ്ഥലത്ത് കടലുണ്ട്. നിരന്തരം KSRTC ബസ് ഇടിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ഞാൻ കേട്ടിട്ടുണ്ട്. എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ചടയമംഗലോ അവിടെ ഇവിടെ MC റോഡ്. പക്ഷേ അവിടെ നിന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് അറിയാമെങ്കിൽ വളരെ എളുപ്പമാണ് കൊല്ലം. അതായത് നമുക്കറിയാം ഏതൊക്കെ പ്രദേശത്ത് എന്തൊക്കെ. പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് ഈ മാധ്യമ പ്രവർത്തകർക്ക് ഈ കേബിൾ ഓപ്പറേറ്റർമാരുടെ സഹായം കൊല്ലത്ത് വളരെ ഭീകരമായിട്ട് ആവശ്യം വരുമെന്ന് കേട്ടിട്ടുണ്ട്. ഈ വാർത്തകൾ കളക്ട് ചെയ്യാൻ എല്ലായിടത്തും നിങ്ങൾക്ക് ഓടിയെത്താൻ പറ്റാത്തതുകൊണ്ട്. ഓടിയെത്തത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരറ്റം പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങേ അറ്റം എത്ര മണിക്കൂറുകൾ എടുക്കുമെന്ന് അറിയാമോ? ഞാൻ കൊല്ലത്ത് റിപ്പോർട്ടറായിട്ട് ഇരുന്ന ആളാണ്. കൊല്ലത്ത് ദീർഘകാലം ഇരുന്ന ആളാണ്. ദീർഘകാലം തന്നെ അവിടെ തന്നെ ഇരുത്തിയിരുന്നു. കാര്യം എനിക്ക് ആ ജില്ല നന്നായിട്ട് അറിയാം. ആ ജില്ലയുടെ എല്ലാ അറ്റത്തും പോയി എനിക്ക് പരിചയമുണ്ട്. അതുകൊണ്ട് എന്നെ ദീർഘകാലം അവിടെ ഇട്ടിരുന്നു. പക്ഷെ സമാധാനമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പാതിരാത്രിയിലൊക്കെയാണ് ഇങ്ങനെയുള്ള ക്രൈം കേസ് വരുന്നത്. അമ്മ മകനെ കത്തിച്ചു കളഞ്ഞു. ഒന്നാലോചിച്ചത്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനോട് ദേഷ്യം വന്നിട്ട് അമ്മ എന്തെന്ന് വെച്ചാൽ മകനെ അടിച്ചു വന്നിട്ട് കത്തിച്ചു കളഞ്ഞു. അമ്മ ഇപ്പൊ വെറുതെ വിട്ടല്ലോ. വെറുതെ വിട്ടു അല്ലേ? സാഹചര്യ തെളിവുകളൊന്നും പോലീസിന് ഹാജരാക്കാൻ പറ്റിയില്ല. പിന്നെ എങ്ങനെ കുട്ടി ആത്മഹത്യ ചെയ്തു? പിന്നെ അവർക്ക് എതിരെ പറഞ്ഞ ബന്ധുക്കളെല്ലാം പിന്നീട് മൊഴി മാറ്റിക്കൊണ്ട് ഞാൻ ആ വാർത്ത കണ്ടപ്പോ ആലോചിച്ചത്, എങ്ങനെ വെറുതെ വിടും? അമ്മ മകനെ അടിച്ചു കൊന്നിട്ട് കത്തിച്ചു കളഞ്ഞു. അതൊരു തോട്ടത്തിൽ കൊണ്ടിട്ട് കത്തിച്ചു കളഞ്ഞിട്ട് പിന്നെ കരിയില വാരിയിട്ടിരുന്നു ആ സ്ത്രീ എന്റെ മുകളിൽ. അതൊന്നും വെറുതെ വിടാൻ പാടില്ല. പക്കാ ക്രൈം ആയിരുന്നു അത്. ഞാൻ അറിഞ്ഞില്ല ആ സംഭവം. ഞാൻ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. ആദ്യമൊക്കെ ഞാൻ അവിടെ ചെന്നപ്പോ ഈ പോലീസ് ഒരുപാട് അലഞ്ഞു തിരിഞ്ഞിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. ഈ കേസ് കണ്ടുപിടിച്ചത് ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാണ്. ആ ഉദ്യോഗസ്ഥനെ എനിക്കറിയാം, ഞാൻ വിളിക്കാം. ആ ഉദ്യോഗസ്ഥനായിരിക്കും. ആ ഉദ്യോഗസ്ഥന
ഇത് അന്വേഷിച്ച വിപിനാണ്, വിപിൻ സാറാണ് അന്വേഷിച്ചത്. അപ്പൊ അദ്ദേഹത്തോട് വിളിച്ച് അന്വേഷിക്കുക കാര്യം എന്തായി, എന്തുകൊണ്ടായി വെറുതെ വിട്ടേന്നുള്ള കാര്യം നമുക്ക് അന്വേഷിക്കാം. വെറുതെ വിടാൻ പാടില്ല. ഒരു കുഞ്ഞ് ദേഷ്യപ്പെട്ടു എന്ന് വെച്ചിട്ട് അമ്മയെ അടിച്ചു കൊല്ലിയാണ് വേണ്ടത്. അത് 9-ലോ 8-ലോ ആ കുട്ടി പഠിക്കുക അല്ലേ, 9-ലോ 8-ലോ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അതാണ് സംഗതി. ഇപ്പൊ അവിടെ വരുന്ന എല്ലാ ക്രൈമും ഭയങ്കര നമ്മളെ മാനസികമായിട്ട് അങ്ങ് തകർത്ത് കളയും. ഞാൻ കുറച്ച് ദിവസം മുമ്പ് വേറെ ചർച്ച നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കുഞ്ഞിനെ ഈ കുഞ്ഞിന്റെ കൊച്ചച്ഛൻ, ചെറിയച്ഛൻ എടുത്തുകൊണ്ട് പോയി പീഡിപ്പിച്ച് കൊന്ന് ഒരു തട്ടിലെടുത്ത് വെച്ചിരുന്നു. ആ ചിത്രം ഇപ്പോഴും ഗൂഗിൾ ഇമേജിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നാട് ഭയങ്കര വ്യത്യസ്തമാണ്. എന്തോ ഒരു കൊലപാതകത്തിൽ പോലും ആ വ്യത്യസ്തത. കൊലപാതകം, റേപ്പ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് കൂടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് എല്ലാത്തിലും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, SCRBയുടെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം കൊല്ലമാണ് ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്ന ഒരു ജില്ല. ഒരു വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്ക് കൊല്ലത്തെ പരിപാടിയിൽ ചെന്ന് കൊല്ലത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കവേ അവർ പറയുന്നത് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പീഡന കേസ് നടക്കുന്നത് ഇവിടാണെന്ന്. അങ്ങനെ പറയേണ്ടി വരുന്നു ഒരു വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്ക്. ഇത് ഭയങ്കര കഷ്ടമാണെന്ന് പറഞ്ഞു സതീദേവി. അത് സതീദേവി പറഞ്ഞത് ഭയങ്കര കഷ്ടമാണ്. അല്ല, നമുക്ക് മറ്റേ വാർത്തയിലോട്ട് വരാം. ഈ വയോധികയുടെ അവസ്ഥ ഇപ്പൊ എന്താണ്? അവര് ആശുപത്രിയിലാണ്, കൊല്ലത്തെ ഗവൺമെന്റ് ആശുപത്രിയിലെ ചികിത്സയിലാണ്. അവർക്ക് അവരുടെ ദേഹത്തൊക്കെ കടിയേറ്റിട്ടുണ്ട്. ബ്രൂട്ടലായിട്ടുള്ള റേപ്പാണ്. കടിയേറ്റിട്ടുണ്ട്. കടിയേറ്റുള്ളത് കൊണ്ട് കൂടുതൽ തെളിവാണ് ഇവനെതിരെയുള്ള കൂടുതൽ തെളിവാണ്. ഇനി വെറുതെ വിടുമെന്നോ? ഇതൊന്ന് വെറുതെ വിടുന്ന, ഒന്ന് ആലോചിച്ച് നോക്കി. വെറുതെ വിടുന്ന ഒരു കേസ്, നമ്മൾ നേരിൽ കണ്ട ഒരു കേസ്, കുറ്റകൃത്യം ഇപ്പൊ ധനുഷ് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് വെറുതെ വിട്ടത്. അത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഇവനൊന്നും ഒരു കാരണവശാലും വെറുതെ വിടരുത്. ഇവനൊക്കെ പിടിച്ച് എല്ലാ കാലത്തും അകത്ത് വരണം. ഒരു സ്ത്രീ, ഒരു പ്രായമായ ഒരു സ്ത്രീയോട് വൈകാരിക വികാരം വരുന്നെങ്കിൽ അവൻ ആരോടും അവൻ കാണിക്കും. അത് പിഞ്ചു കുഞ്ഞിനോട് വരെ കാണിച്ചു കളയും. അവനെ ആരോടും, അവൻ മൃഗമാണ്. അവൻ മൃഗങ്ങൾ പോലും ചെയ്യാത്ത പ്രവൃത്തിയാണ് അവൻ ചെയ്തിരിക്കുന്നത്. അവനൊന്നും ഒരു കാരണവശാലും പുറത്തു വിടാൻ പാടില്ല. വെറുതെ അവിടെയുള്ള ഇത് ഈ പറയുന്ന തങ്കശ്ശേരി എന്ന് പറയുന്ന കടലോരമാണ്, മത്സ്യത്തൊഴിലാളികളുടെ ഏരിയ. അത് അവരറിഞ്ഞില്ലേ? ഇത് അമ്മ അറിഞ്ഞിരുന്ന തല്ലിക്കൊന്നെ കടലിൽ മുക്കിയാനോ അവര് അടിച്ചു വന്നവര് കടലിൽ. ജോനാപുരം വാടി, നിങ്ങൾക്ക് കൊല്ലണം. ജോനാപുരം വാടി തങ്കശ്ശേരി എല്ലാം കടപ്പുറം. അത് ആ കിടക്കുന്ന കടപ്പുറം, വലിയ കടപ്പുറം ഏരിയ കിടക്കുന്നത് മൊത്തം അവരറിഞ്ഞിരുന്നവർ തല്ലിക്കൊന്ന് കടലിൽ ബുക്ക് ചെയ്ത് സ്രാവിനിട്ട് കൊടുത്തന്നെ അവന്മാര്. ശരി.